ഈ മർത്തോമാ സഭയുടെ അധിപനായിരുന്നു മാർ ക്രിസോസ്റ്റം തിരുമേനി. എല്ലാവർക്കും അദ്ദേഹത്തോടെ ബഹുമാനമായി. അദ്ദേഹം കോവിഡ് സമയത്താണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പലർക്കും അവിടെ തിരുവല്ലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എത്രയോ അടി മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ക്രിസോസ്റ്റത്തെ നമ്മളങ്ങനെ മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രതിഷ്ഠ തട്ടിക്കളയുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങളാണ് ആ ക്രിസോസ്റ്റം തിരുമേനിയുടെ സഭയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്രിസോസ്റ്റം തിരുമേനിയാണ്. ക്രിസോസ്റ്റം തിരുമേനി നരേന്ദ്രമോദിയെ കാണാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസകരമാണ്. അതൊക്കെ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സഹായിയെയും കൂടെ എൻ്റെ കൂടെ വരാൻ അനുവദിക്കണമെന്നും പറഞ്ഞൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ കാരണം ഒരു പരസഹായം വേണം. അങ്ങനെ കൂടെ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. മോദിജിയെ കാണാനായിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പരസഹായത്തിന് വന്ന ആളിനെ അങ്ങ് മാറ്റി നിർത്തി മോദിജി അങ്ങ് ക്രിസോസ്റ്റത്തെ അങ്ങ് കയറി അങ്ങ് കൈക്ക് പിടിച്ചു കൊണ്ട് നടക്കാൻ തുടങ്ങി. ക്രിസോസ്റ്റം തിരുമേനി പറയുന്നത്, അങ്ങനെ എന്നെ കയ്യിൽ അങ്ങ് എടുക്കുകയും ചെയ്തു. രണ്ട് അർത്ഥത്തിലാണ് പറഞ്ഞത്. എനിക്ക് സഹായവുമായി എന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, എന്നെ അങ്ങ് കയ്യിലെടുത്തു എന്നുള്ളത്. അത് ക്രിസോസ്റ്റം തിരുമേനിയുടെ സ്വതസിദ്ധമായ ശൈലിയും ചിരിയും ആ കണ്ണിറുക്കലോടും കൂടി പറഞ്ഞതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്രത്തോളം ക്രിസോസ്റ്റം തിരുമേനിയെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിൽ ഒരു അവാർഡുണ്ട്. നല്ലതാണ്, തിരുമേനി എന്നും ഓർത്തിരിക്കണം ഭാവി തലമുറയൊക്കെ. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുത്തത് ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കൊടുത്തു എം എ ബേബിക്ക്. അതിനു മുമ്പ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞല്ലോ. സഖാവ് എം എ ബേബിക്കാണ് ആ അവാർഡ് കൊടുത്തത്. അവിടെയാണ് നമ്മുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയത്. ക്രിസോസ്റ്റം തിരുമേനിയെ സഭ ഒരിക്കലും ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു. അവിടെ വെച്ച് പിണറായി വിജയൻ ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എം എ ബേബിയെയാണ് വാനോളം പുകഴ്ത്തിയത്. 2014 ഈ മനഃപൂർവ്വം കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തതാണ് എൻ കെ പ്രേമചന്ദ്രനെതിരായിട്ട്. എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടി വിട്ടങ്ങ് പോയില്ലേ, LDF വിട്ടുപോയി, UDF കേന്ദ്രത്തിൽ പോയി, RSPയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ചു. 2014 വലിയ ഭൂരിപക്ഷം 2014 ഇല്ലായിരുന്നു. കൊല്ലത്തുകാരനായ ബേബിയെ തന്നെ ഇവിടെ ഇറക്കി. അങ്ങനെ പകരം വീട്ടണമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് നിന്നാണ് പ്രസംഗിച്ചത് പ്രേമചന്ദ്രൻ പരനാറിയാണ്. അത് ബോധപൂർവം പ്രഖ്യാപിച്ചതാണ്. കാരണം ഈ ബേബിയെ ഒതുക്കണം. 2019 നമുക്കറിയാവുന്നതാണ്, ആ പരനാറി പ്രയോഗം ആവർത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരുന്നു. 24 വന്നിട്ട് ആരെ മത്സരിക്കാൻ കൊണ്ടുവന്ന് നിർത്തി? ഒരു കോമാളി ഉണ്ടല്ലോ കൊല്ലത്തെ, ആ കോമാളി MLA കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തി. അത് ചാവേറാകാൻ വേണ്ടി കൊണ്ട് നിർത്തി കൊടുത്തതാണ്. അങ്ങനെ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. പാർട്ടിയിലുള്ള ആരും മത്സരിക്കാൻ തയ്യാറാകത്തില്ല. കാരണം പ്രേമചന്ദ്രൻ നേടിയിട്ടുള്ള ഒരു ജനമനസ്സിലെ അംഗീകാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്, മികച്ച പാർലമെൻറ്റേറിയനൊക്കെ. അപ്പോൾ എന്തായാലും കൊല്ലത്ത് കൊണ്ടുവന്ന് 2014 ഒതുക്കി പരനാറി എന്ന് വിളിച്ചത് പ്രേമചന്ദ്രനെ ആണെങ്കിലും അത് മറ്റൊരർത്ഥത്തിൽ എം എ ബേബിയെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ നാവ് കൊണ്ട് തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എം എ ബേബിയെ വാനോളം പുകഴ്ത്തി അങ്ങ്. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നു, അങ്ങനെയാണ് മറിച്ചതാണ് SFIയിലൂടെ വളർന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശഭരിതനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനും തലേ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് എന്താണ്? AKG സെൻറ്റർ 2ൻ്റെ ഉദ്ഘാടനം. ഒരു സഖാക്കന്മാരെല്ലാം ഉണ്ട്, ചെറിയ സഖാക്കന്മാർ മുതലങ്ങ് മൂത്ത് നരച്ച സഖാക്കന്മാർ വരെ അണിനിരന്നിട്ടുണ്ട്. അപ്പം ഈ സഖാക്കന്മാരുടെ കൂട്ടത്തിൽ എവിടെയോ മാറി നിൽക്കുന്ന, ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എം എ ബേബിയെ. നോക്കണേ, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, EMS പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ
AKG സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. EMS എന്ന് പറഞ്ഞാൽ EMSൻ്റെ ഒരു സ്ഥാനവും വലിപ്പവും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്താണ് ഇപ്പോൾ MA ബേബി ഇരിക്കുന്നതെന്നും ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ പാർട്ടിയുടെ ഒരു ഗതികേട്. EMS എന്ന് പറയുന്നത് ബുദ്ധിരാക്ഷസനാണ്. വെറും രാഷ്ട്രീയ കളരിയിൽ മാത്രം നിൽക്കുന്ന ആളല്ല അദ്ദേഹം. സാഹിത്യത്തിലും അദ്ദേഹത്തിന് വലിയ അവഗാഹമുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ, കേരളം മലയാളികളുടെ ജന്മഭൂമി എന്ന് പറയുന്ന പുസ്തകം തന്നെ വലിയ ഉദാഹരണമല്ല. അദ്ദേഹം സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തന്നെ ബുദ്ധിരാക്ഷസനായിരുന്നു എന്നുള്ളതാണ്. EMS പാർട്ടിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് അവസാന വാക്കായിരിക്കും. ആ സ്ഥാനത്താണ് EMS പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇപ്പോൾ MA ബേബി കയറിയിരിക്കുന്നത്. പിന്നെ ആ പാർട്ടിയെക്കുറിച്ച് വല്ലതും പറയണം. ദേശീയ തലത്തിൽ നെറ്റിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 1.74%. അപ്രസക്തമായി കഴിഞ്ഞു. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കും. ഞങ്ങൾ മോദിക്കെതിരെ പോരാടും, ഫാസിസത്തിനെതിരെ പോരാടും. ആ പോരാടാനുള്ള ആയുധങ്ങളൊക്കെയാണ് എപ്പോഴും സഞ്ചിയിൽ ഇങ്ങനെ ബേബി കൊണ്ടു നടക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും ആ സഞ്ചിക്കകത്തുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ബേബി ഈ സഖാവിനെ അവിടെ ഒതുക്കി നിർത്തി. പിണറായി വിജയനല്ലേ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത്. എല്ലാവരും പറഞ്ഞു MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി കഴിയുമ്പോൾ ഇവിടെ അങ്ങ് കാരണഭൂതനെ എന്തോ ഉരുട്ടിക്കളയുമെന്ന്. ഒരുണ്ടേ നടന്നില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല. കാരണഭൂതൻ്റെ ചവിട്ടടി തന്നെയാണ് MA ബേബി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റിബൺ മുറിക്കുന്നിടത്ത് മാറി നിന്നോണം, അവിടെ മാറി നിന്നോളം പറഞ്ഞു. എന്തോ ഒരു നാണം കെട്ട ഏർപ്പാടെന്ന് പറയണേ. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ കാണാം. പിണറായി വിജയനും വനിതാ രത്നങ്ങളും കൂടെ നിന്നുകൊണ്ട് റിബൺ മുറിച്ച് അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം ബേബിയെ ഒതുക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എല്ലാവരും പറഞ്ഞു നടന്നത് എന്താണ്? ഇപ്പം തന്നെ കാരണഭൂതനെ ഒതുക്കും, ഇനിയാണ് ബേബിയുടെ കളി തുടങ്ങിയിരിക്കുന്നത്. എന്ത് കളി? ഒരു കളിയുമില്ല. ബേബി കിട്ടിയ സ്ഥാനം കൊണ്ട് മുങ്ങിച്ചാകാൻ നിൽക്കുകയല്ലേ ഈ കപ്പല്. പിന്നെ അവിടെ എന്തോന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങനെയുള്ള ബേബിയെ ഒതുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഒതുക്കി തീർത്തിരിക്കുകയാണ്. എന്തായാലും ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ അവസാന കാലം വരെയും പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ തന്നെ ആയിരിക്കും ആ പാർട്ടി. ഈ പാർട്ടിയുടെ ആയുസ് തീരാറായി നിൽക്കുകയാണല്ലോ. അപ്പോൾ പിണറായിയുടെ കാൽക്കീഴിൽ തന്നെ പാർട്ടി പോകും എന്നുള്ളതാണ്. അല്ലാതെ ബേബി കയറി ഭരിക്കും എന്നൊന്നുമല്ല. ബേബിക്ക് വേണ്ടതായ കഞ്ഞിയും പയറും വെച്ച് കുടിക്കാനുള്ള സൗകര്യവും അതിനുള്ള ചെലവും ഒക്കെ ഈ കേരളത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അല്ലാതെ MA ബേബിയുടെ വീട്ടിൽ തേങ്ങ വെട്ടിയ പൈസ എടുത്താണോ ഡൽഹി കഴിയാൻ പോകുന്നത്? ഒന്നുമല്ല. കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കും. ആ പൈസ കൊണ്ടാണ് ഡൽഹിയിലെ AKG സെൻറ്ററിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നത്. അവിടെ പോളിറ്റ് ബ്യൂറോ മുതലും പാർട്ടി സെക്രട്ടറിയൊക്കെ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ പിണറായിയുടെ ദാസ്യനായിട്ടാണ് ഇനി MA ബേബിയെ നമുക്ക് കാണാൻ കഴിയുന്നത്.